സർ ക്രീക്ക് പ്രദേശത്ത് കയറിയാൽ പാകിസ്ഥാന്റെ ഏത് ആക്രമണത്തിനും ചരിത്രത്തെയും ഭൂമിശാസ്ത്രത്തെയും മാറ്റിമറിക്കുന്ന ശക്തമായ മറുപടി ലഭിക്കുമെന്ന കനത്ത മുന്നറിയിപ്പുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യൻ സൈന്യവും BSFും ജാഗ്രതയോടെ ഇന്ത്യയുടെ അതിർത്തികൾ സംരക്ഷിക്കുന്നുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വിജയദശമിയോടനുബന്ധിച്ച് ഗുജറാത്തിലെ കച്ചിൽ നടന്ന ശാസ്ത്രപൂജ പങ്കെടുക്കുകയായിരുന്നു രാജ്നാഥ് സിംഗ്. ഇന്ത്യയോട് കളിച്ചാൽ തിരിച്ചടി എത്ര തീവ്രതയിൽ ഉള്ളതായിരിക്കുമെന്ന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാൻ അറിഞ്ഞതാണ്. ഇനിയൊരു ആക്രമണത്തിന് മുതിർന്നാൽ അത് പാകിസ്ഥാൻ അവരുടെ അസ്ഥിവാരം തോണ്ടുന്നതിന് തുല്യമായിരിക്കും. അദ്ദേഹത്തിന്റെ വാക്കുകൾ എങ്ങനെയാണ്: ഓപ്പറേഷൻ സിന്ദൂറിനിടെ ലേ മുതൽ ക്രീക്കിന്റെ ഈ പ്രദേശം വരെ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനത്തിലേക്ക് നുഴഞ്ഞു കയറാൻ പാകിസ്ഥാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടു. പ്രതികാര നടപടിയിൽ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാൻ വ്യോമ പ്രതിരോധ സംവിധാനത്തെ പൂർണ്ണമായും തുറന്നുകാട്ടി. ഇന്ത്യൻ സൈന്യത്തിന് എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും പാകിസ്ഥാന് കനത്ത നഷ്ടം വരുത്താൻ കഴിയുമെന്ന സന്ദേശം ലോകത്തിന് നൽകി. സ്വാതന്ത്ര്യം ലഭിച്ച് 78 വർഷങ്ങൾ പിന്നിട്ടിട്ടും സർ ക്രീക്ക് പ്രദേശത്ത് ഇപ്പോഴും അതിർത്തി തർക്കം ഉയർന്നു വരുന്നുണ്ട്. ചർച്ചയിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാൻ ഇന്ത്യ ആവർത്തിച്ച് ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ പാകിസ്ഥാന്റെ ഉദ്ദേശങ്ങൾ വികലവും അവ്യക്തവുമാണ്.